നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ചങ്ങരോത്ത് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ശിലാസ്ഥാപന കർമ്മം ബുധനാഴ്ച കടിയങ്ങാട് സംഘടിപ്പിച്ചു. കേരള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. ഏറെ കാലമായി ചോർന്നൊലിച്ചും കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണും ജീവനക്കാർക്കും വില്ലേജിലെത്തുന്നവർക്കും ഭീഷണിയായിരുന്ന ചങ്ങരോത്ത് വില്ലേജ് ഓഫീസ് കെട്ടിടം ഇനി സ്മാർട്ട് വില്ലേജായി മാറും. MLA TP രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവൃത്തി ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തോടെ കേരളത്തിലെ റവന്യൂ വകുപ്പ് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണിത്. കേരളത്തിന്റെ സമീപ ഭൂതകാല ചരിത്രത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടാണ് പട്ടയങ്ങളുടെ വിതരണത്തിൽ വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടാക്കാൻ ഈ ഗവൺമെന്റിന് സാധ്യമായത്. ഒന്നാം ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ 1,77,000-ലേറെ പട്ടയങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തുടർന്ന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പട്ടയ മിഷൻ കേരളത്തിൽ രൂപീകരിക്കുകയുണ്ടായി. നാട്ടിലെ മുഴുവൻ 140 നിയോജക മണ്ഡലത്തിലെയും MLA-മാർ അധ്യക്ഷന്മാരായി ആ നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള മുഴുവൻ ജനപ്രതിനിധികൾക്കും പങ്കാളികളാകാൻ കഴിഞ്ഞ് അവിടെ വെച്ച് ഈ നാട്ടിലെ ഓരോ പട്ടയ പ്രശ്നങ്ങളും അവതരിപ്പിക്കാൻ ജനപ്രതിനിധികൾക്ക് അവസരം കൊടുത്ത് ആ പട്ടയ പ്രശ്നങ്ങളെ തഹസിൽദാരിൽ കുറയാത്തൊരു നോഡൽ ഓഫീസറായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ക്രോഡീകരിച്ച് താലൂക്കിലോ ജില്ലയിലോ തീർക്കേണ്ട പ്രശ്നങ്ങൾ അവിടെ പരിഹരിച്ച് അതല്ലാത്തവ പട്ടയ ഡാഷ്ബോർഡിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റമായിരുന്നു പട്ടയ മിഷനിലൂടെ കേരളത്തിൽ സാധ്യമായത്. അങ്ങനെ ഉയർന്നു വന്ന പട്ടയ ഡാഷ്ബോർഡിലെ പ്രശ്നങ്ങൾ 3 മാസത്തിലൊരിക്കൽ അവലോകനത്തിനും അദാലത്തിനും വിധേയമാക്കി വളരെ വേഗതയിൽ നടപടിക്രമങ്ങൾ നിശ്ചയിച്ചപ്പോൾ 4.5 ലക്ഷം മനുഷ്യരെ 4.5 ലക്ഷം കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാൻ കഴിഞ്ഞ വിപ്ലവകരമായിട്ടുള്ള ഭൂമി വിതരണത്തിന് കേരളത്തിൽ സാധ്യമായി എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. ചില പ്രശ്നങ്ങൾ ഗവൺമെന്റ് ഉത്തരവിറക്കി മാറ്റേണ്ടതാണ്. ചിലത് മറ്റു വകുപ്പുകളോട് റവന്യൂ വകുപ്പിലേക്ക് ഡീവസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടേണ്ടതാണ്. ചിലത് നിയമങ്ങളിലും ചട്ടങ്ങളിലും മാറ്റം വരുത്തേണ്ടതാണ്. കേരളത്തിലെ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം നിയമങ്ങളിലും ചട്ടങ്ങളിലും അനിവാര്യമായി ചിലത് മാറ്റേണ്ടി വന്നാൽ പോലും അർഹരായ എല്ലാ മനുഷ്യരെയും ഭൂമിയുടെ അവകാശികളാക്കുക എന്ന വലിയ ദൗത്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ ഗവൺമെന്റിന്റെ കാലത്തെടുത്തത്. നമുക്കറിയാം, റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമീപ ഭൂതകാലത്തുണ്ടായ SIR ഉൾപ്പെടെ എല്ലാ ചുമതലകളും അതാത് സമയത്ത് നിർവഹിക്കേണ്ടതായ ഭാരിച്ച ഉത്തരവാദിത്വം വരുന്നത് കൊണ്ട് ഭൂമിയുടെ വ്യവഹാരത്തിൽ ഒരു അഴിമതിയും കച്ചവടവും നടക്കാത്ത വിധത്തിൽ, ജനങ്ങളെ പറ്റിക്കപ്പെടാത്ത വിധത്തിൽ ആ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കാനും ഒരു ഇന്റഗ്രേറ്റഡ് പോർട്ടലിലേക്ക് പോകാനും സാധിച്ചു. റവന്യൂ ഓഫീസുകളിൽ നിന്ന് ലഭ്യമാകേണ്ട വിവിധങ്ങളായ സേവനങ്ങൾ ഇന്ത്യക്ക് പുറത്തു 10ഓളം രാജ്യങ്ങളിൽ അവിടെയൊന്നും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഈ ട്രഷറി ഓപ്പൺ ചെയ്തതോടെ റവന്യൂ വകുപ്പിന്റെ സംവിധാനങ്ങൾ മാറി. ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ വാഴയിൽ, വൈസ് പ്രസിഡന്റ് S സുനന്ദ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ U അനിത, അഷറഫ് EM, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ KV കുഞ്ഞിക്കണ്ണൻ, OT രാജൻ മാസ്റ്റർ, VP ഇബ്രാഹിം മാസ്റ്റർ, അസീസ് നരിക്കിലക്കണ്ടി, KG രാമനാരായണൻ, ശ്രീനി മനത്താനത്ത്, ശ്രീധരൻ മുതുവണ്ണാച്ച, TP ചന്ദ്രൻ മാസ്റ്റർ, ഭാസ്കരൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ADM മുഹമ്മദ് ഷഫീഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് LR ഡെപ്യൂട്ടി കളക്ടർ പുരുഷോത്തമൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.